നിങ്ങൾ വിചാരിക്കും ഈ കരച്ചിൽ കണ്ടിട്ട് പൂക്കളം നശിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള വഴക്ക് പറയുന്നതിനുള്ള കരച്ചിലായിരിക്കും. ശരിക്കും പറഞ്ഞ വാവനെ ഒന്നും പറഞ്ഞിട്ടില്ല. വാവ പൂക്കൾ നിരത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടിരുത്തിയത് തന്നെ. ഫോട്ടോ എടുക്കാൻ വേണ്ടി വാവ ഒന്ന് നോക്കുന്നു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും വാവ കരച്ചിൽ തുടങ്ങി. ഇനി വഴക്ക് പറയുന്നത് പേടിച്ചു, സനാമ പറയുന്നത് വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണ്. നാളത്തെ പോലെ പൗഡർ കളഞ്ഞ മാതിരി വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണ് കരയുന്നത്. അയ്യോ, എന്തായാലും വാവ തീരുമാനമായിട്ട് എന്താണ് പറയാൻ. പിന്നെ അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയി. ഏതായാലും ഉറങ്ങാനുള്ള ചെറിയൊരു പരിപാടിയിലായിരുന്നു തോന്നുന്നത്. ഇനി ഉറങ്ങി കഴിഞ്ഞിട്ട് പട്ടുപാടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും എടുക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പോയേക്കണേയാണ്. എന്തായാലും പൂക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ജഡ്ജ്മെന്റ് അന്തിമഘട്ടത്തിലാണ് നടക്കുന്നത്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇനി ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് എമർജൻസി ഘട്ടത്തിൽ ഒരു പൂക്കളം വേണമല്ലോ എന്ന് വിചാരിച്ച് തട്ടിക്കൂട്ട് പൂക്കളമാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കും. കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വന്ന് നിൽക്കണേണ്. എന്തെടുത്താലും കുറ്റമല്ല കാണുള്ളൂ. അതിനകത്ത് വളവും നൂത്ത് കുറ്റം കണ്ടുപിടിക്കാൻ വന്നാണ് ജഡ്ജ്മെന്റിന് അറിയിക്കരുത്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആരും അതൊന്നും കണ്ടുപിടിക്കാൻ നടക്കരുത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.